PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CSEB ജൂനിയർ ക്ലർക്ക്, അസിസ്റ്റന്റ് സെക്രട്ടറി എക്സാമുകൾക്കൊക്കെ വേണ്ടി ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് 2025, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് 2025. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. സിലബസ് അനുസരിച്ചുള്ള ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ്. The International Day of Cooperatives 2025 celebrated on 5th July 2025. 2025 ജൂലൈ 5-നാണ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്തത്. കോപ്പറേറ്റീവ് ഡേ എന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാ വർഷവും ജൂലൈ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ് കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. കോപ്പറേറ്റീവ് ഡേ എന്ന് പറയുന്നത് ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ. റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നതാണ്. കോപ്പറേറ്റീവ് ഡേ ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ. ഇൻ എവറി ഇയർ ദ ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ ഈസ് സെലിബ്രേറ്റഡ് ആസ് കോപ്പറേറ്റീവ് ഡേ. കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് ICA ആണ്. 1923 ജൂലൈ 7-നാണ് ICA ആദ്യമായി കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്തത്. ദ ഫസ്റ്റ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ വാസ് സെലിബ്രേറ്റഡ് ഓൺ 7th July 1923 ഇൻ ലണ്ടൻ. 1923 ജൂലൈ 7-ന് ലണ്ടനിൽ വെച്ച് നടന്ന ICA കോൺഗ്രസ്സിലാണ് ആദ്യമായിട്ട് കോപ്പറേറ്റീവ് ഡേ ICA സെലിബ്രേറ്റ് ചെയ്തത്. 2025-ലേത് 103-ാമത്തെ കോപ്പറേറ്റീവ് ഡേ ആണ്. 2025 ജൂലൈ 5-ന് സെലിബ്രേറ്റ് ചെയ്തത് 103-ാമത്തെ കോപ്പറേറ്റീവ് ഡേ ആണ്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ടഡ് സെലിബ്രേറ്റിംഗ് കോപ്പറേറ്റീവ് ഡേ ഫ്രം 1995. 1995 മുതലാണ് UNO കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. 2025-ലേത് 31-ാമത്തെ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷൻ ആയിരുന്നു. UNO 2025 സെലിബ്രേറ്റ് ചെയ്തത് 31-ാമത്തെ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷനാണ്. ഓരോ വർഷവും സെലിബ്രേറ്റ് ചെയ്യുന്ന കോപ്പറേറ്റീവ് ഡേയ്ക്ക് ഓരോ തീമുകളുണ്ട്. 2025-ലെ കോപ്പറേറ്റീവ് ഡേയുടെ തീം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ്സ് ഡ്രൈവിംഗ് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ് എന്നതായിരുന്നു. തീം ഓഫ് കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷൻ 2025 ഈസ് കോപ്പറേറ്റീവ്സ് ഡ്രൈവിംഗ് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ്. 2025 നടന്നത് 103-ാമത്തെ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷൻ ആയിരുന്നു. 2024-ലേത് 102-ാമത്തെയാണ്. 2024-ലെ കോപ്പറേറ്റീവ് ഡേയുടെ തീം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ഓൾ എന്നതാണ്. 2024-ലെ കോപ്പറേറ്റീവ് ഡേയുടെ തീം കോപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ഓൾ എന്നതാണ്. 2023-ലെയും 2022-ലെയും ഒന്ന് നോക്കി വെക്കാം. 2023-ൽ നടന്നത് 101-ാമത്തെ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷനാണ്. അതിൻ്റെ തീം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നതാണ്. 100-ാമത്തെ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷനാണ് 2022-ൽ നടന്നത്. 2022-ലെ കോപ്പറേറ്റീവ് ഡേയുടെ തീം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ വേൾഡ് എന്നതാണ്. 100-ാമത്തെ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷൻ ആണ് 2022-ൽ നടന്നത്. ഇതിൻ്റെ തീം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ വേൾഡ് എന്നതാണ്. കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷൻ നടക്കുന്നതും അതുപോലെ ഈ തീം തീരുമാനിക്കുന്നതും ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയാണ് കൊപ്പാക്, കമ്മിറ്റി ഫോർ പ്രൊമോഷൻ ആൻഡ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ്സ്. 1971-ൽ നിലവിൽ വന്ന കൊപ്പാക് എന്ന കമ്മിറ്റിയാണ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ് സെലിബ്രേഷൻ തീരുമാനിക്കുന്നത്. കൊപ്പാക് മീൻസ് കമ്മിറ്റി ഫോർ പ്രൊമോഷൻ ആൻഡ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ്സ്. 1971-ലാണ് കൊപ്പാക് ഫോം ചെയ്തത്. ദ തീം ഫോർ ദ ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് സെലിബ്രേഷൻ വിൽ ബി ഡിസൈഡഡ് ത്രൂ ദ കമ്മിറ്റി ഫോർ ദ പ്രൊമോഷൻ ആൻഡ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഡേ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. 2025-ലെ കോപ്പറേറ്റീവ് ഡേ ജൂലൈ 5-നായിരുന്നു. എല്ലാ വർഷവും ജൂലൈ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ് കോപ്പറേറ്റീവ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് ICA ആണ്. 1923 ജൂലൈ 7-ന് ലണ്ടനിൽ വെച്ച് നടന്ന ICA കോൺഗ്രസ്സിലാണ് ആദ്യത്തെ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷൻ നടക്കുന്നത്. UNO കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് 1995-ലാണ്.
103ാമത്തെ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷനാണ് 2025 2025 കോപ്പറേറ്റീവ് ഡേയുടെ തീം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ്സ് ഡ്രൈവിംഗ് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ് എന്നതാണ്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് IYC എന്ന് പറയും. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് ഡിക്ലെയർ ചെയ്യുന്നത് UN ആണ്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനാണ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് ഡിക്ലെയർ ചെയ്യുന്നത്. അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട് 2025 ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. UNO ഇതിനു മുൻപ് സഹകരണ വർഷമായിട്ട് ഡിക്ലെയർ ചെയ്തത് 2012 അപ്പോൾ രണ്ടാമത്തെ അന്താരാഷ്ട്ര സഹകരണ വർഷമാണ് 2025. 2025 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സിൻ്റെ തീം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ വേൾഡ് എന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 100ാമത്തെ കോപ്പറേറ്റീവ് ഡേയുടെ തീമായിരുന്നു കോപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ വേൾഡ് എന്നത്. അതുതന്നെയാണ് 2025 അന്താരാഷ്ട്ര സഹകരണ വർഷത്തിന് UN തീമായിട്ട് പ്രഖ്യാപിച്ചത്, കോപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ വേൾഡ്. IYC 2025 അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് 2025 തീമുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിഷനാണ് സഹകാർ സേ സമൃദ്ധി, പ്രോസ്പിരിറ്റി ത്രൂ കോപ്പറേഷൻ എന്നതാണ് ഇതിൻ്റെ അർത്ഥം. സഹകാർ സേ സമൃദ്ധി. The UN has declared first International Year of Cooperatives in 2012. ICA International Year of Cooperatives 2025 ആയി പ്രഖ്യാപിച്ചത് ഡൽഹിയിൽ വെച്ച് നടന്ന ICA ഗ്ലോബൽ കോപ്പറേറ്റീവ് കോൺഫറൻസിലാണ്. പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി വിൽ ഇനോഗ്രേറ്റ് ICA Global Cooperative Conference 2024 and launch the UN International Year of Cooperatives 2025 on 25th November at ഭാരത് മണ്ഡപം, ന്യൂഡൽഹി. 2024 നവംബർ 25 മുതൽ 30 വരെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ICA ഗ്ലോബൽ കോപ്പറേറ്റീവ് കോൺഫറൻസിൽ വെച്ചാണ് ഈ UN ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് ആയിട്ട് 2025 പ്രഖ്യാപിച്ചത്. 2024 നവംബർ 25 മുതൽ 30 വരെ ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ച് നടന്ന ICA ഗ്ലോബൽ കോപ്പറേറ്റീവ് കോൺഫറൻസിൻ്റെ തീമാണ് കോപ്പറേറ്റീവ്സ് ബിൽഡ് പ്രോസ്പിരിറ്റി ഫോർ ഓൾ എന്നത്. കോപ്പറേറ്റീവ്സ് ബിൽഡ് പ്രോസ്പിരിറ്റി ഫോർ ഓൾ. ഇവിടെ ഒരു ലോഗോ കാണിക്കുന്നുണ്ട്. ഇതാണ് ICA ഗ്ലോബൽ കോപ്പറേറ്റീവ് കോൺഫറൻസ് തീം. ഇതിൽ എഴുതിയിട്ടുണ്ട് കോപ്പറേറ്റീവ്സ് ബിൽഡ് പ്രോസ്പിരിറ്റി ഫോർ ഓൾ എന്നാണ്. നവംബർ 25 മുതൽ 30 വരെയാണിത് നടന്നത് 2024. പ്ലേസ് ഭാരത് മണ്ഡപം, ന്യൂഡൽഹി, ഇന്ത്യ. ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് 2025, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് 2025 ഈ രണ്ട് ടോപ്പിക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ട് കോപ്പറേഷനിൽ നിന്ന് വരുന്ന ടോപ്പിക്കുകളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.